വാർത്തകൾ നോക്കാം വിശദമായി. വിജയുടെ റാലിക്കിടെയുണ്ടായ അപകടത്തിൽ 8 കുട്ടികളടക്കം 39 പേർ മരിച്ചു. 15 പേരുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. 107 പേരാണ് ചികിത്സയിലുള്ളത്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്. പരിപാടി നടത്തിപ്പിൽ പോലീസ് വീഴ്ച സംഭവിച്ചതായിട്ടാണ് ആരോപിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മറുപടി നൽകിയില്ല. സംഭവത്തിൽ തമിഴ്നാട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഹൃദയഭേദകമായ കാഴ്ചകളാണ് ദുരന്ത സ്ഥലത്ത് നിന്നുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നേരം പുലരുമ്പോൾ എന്താണ് അവിടുത്തെ കാഴ്ചകളും മറ്റ് വിശദാംശങ്ങളും? രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കരൂർ വേലുച്ചാമിപുരത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 7:30 വിജയുടെ റാലി ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് നടന്നത്. ഈ കൃത്യം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തായിരുന്നു വിജയുടെ ആ ഒരു റാലിയുടെ ഭാഗമായിട്ടുള്ള വാഹനം നിർത്തിയത്. തുടർന്നാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയ ലക്ഷക്കണക്കിന് ആളുകൾ. ആ ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് ശ്വാസം പോലും ലഭിക്കാതെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും അതിൻ്റെ ഒരു ബാക്കിപത്രം എന്നോണം ഇവിടെ കാണുന്ന കാഴ്ചകൾ അത് തന്നെ ഏറെ നൊമ്പരപ്പെടുത്തുന്നതാണ്. ഒരുപാട് ആളുകളുടെ നൂറുകണക്കിന് ചെരുപ്പുകൾ, വസ്ത്രങ്ങൾ, വിജയുടെ ആ TVK എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൊടികൾ, ഷാളുകൾ, ബാഗുകൾ, അങ്ങനെ തുടങ്ങി സർവ്വവും ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇവിടെ കാണാൻ സാധിക്കും. കാരണം ആളുകൾ ഈ ചെരുപ്പുകളും വസ്ത്രങ്ങളും ബാഗുകൾക്കൊക്കെ ഉപരി ജീവനും കൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പുറത്തേക്ക് കടക്കണം എന്നുള്ള ചിന്തയിലായിരുന്നു ഇവിടെ നിന്ന് ഓരോ ആളുകളും ഉണ്ടായത്. അത്തരത്തിലുള്ള ആ ജനങ്ങളുടെ വലിയ ഒരു ബുദ്ധിമുട്ടായിരുന്നു അവർ ഇവിടെ അനുഭവിച്ചത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. 39 മരണങ്ങൾക്ക് വഴിവെച്ച ആ ഒരു ദുരന്ത ഭൂമിയാണിത്. വളരെ ചെറിയ ഒരു റോഡാണ്. ആ ചെറിയ റോഡിലാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കേവലം ഒരു ബസ് റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ തന്നെ അപ്പുറത്ത് മറ്റൊരു വാഹനം നിർത്തിയിടാൻ പോലും കഴിയാത്ത തരത്തിലുള്ള വളരെ ചെറിയ ഒരു റോഡാണ്. ആ ചെറിയ റോഡിലാണ് ഇങ്ങനെ ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചത്. വിജയ് പോലുള്ള ഒരു സിനിമാ താരം കൂടെയായ രാഷ്ട്രീയ പ്രവർത്തകന്റെ പരിപാടി ഇവിടെ ഇങ്ങനെ സംഘടിപ്പിച്ചത് എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ അതിരാവിലെ ഇവിടേക്ക് എത്തി ഈ ദുരന്ത ഭൂമിയിൽ കാഴ്ചകൾ അത് ആരെയും വേദനപ്പെടുത്തുന്ന നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെയുള്ള ആളുകൾ ഉപേക്ഷിച്ചു പോയ കാര്യങ്ങൾ മാത്രമല്ല, ഇവിടെ തിക്കിലും തിരക്കിലൊക്കെ ഈ ഭാഗത്ത് മറച്ചിട്ടുണ്ടായിരുന്ന കടകൾ, അതിൻ്റെ ഷീറ്റുകൾ, ഇതൊക്കെ ഇങ്ങനെ തകർന്ന് വീണിരിക്കുന്ന സാഹചര്യം കൂടെ ഉണ്ട്. ഈ ഘട്ടത്തിൽ നമുക്ക് ഇവിടുത്തെ നാട്ടുകാരായ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ചില ആളുകളുടെ പ്രതികരണം കൂടെ ചോദിക്കാം. நீங்கள் ப்ரோக்ராம் நடக்கும்போது இங்கே இருந்துட்டு இல்லைங்களா, எந்த மாதிரி ஒரு ரொம்ப கூட்டமாக இருந்ததா? கும்பல் அதிகமாக இருந்தது. அந்த டைமுக்கு நடக்காதனால லேட்டாகி நடந்தனால இந்த சம்பவம்லாம் நடந்திருக்குது. அதாவது 12 மணிக்கு நடக்க வேண்டிய மீட்டிங் வந்து ஒரு 7 மணிக்கு நடந்தது. அப்போது ஈவினிங் வேலைக்கு போயிட்டு வந்தவங்களும் சேர்ந்துக்கிட்டாங்க. அப்போ திறக்க அதிகமாகவும் இந்த மாதிரி ஒரு அசம்பாவிதம் நடந்திருக்குது. இந்த கரூரில் எந்த ஸ்பாட்டு தவிர ரொம்ப ஆளுங்கள் நிற்கிறதுக்காக வேறு ஸ்பாட்டே இல்லையா? இருக்கு நிறைய இருக்கு. அவங்க எங்கே அப்ரூவ்டு கொடுக்குறாங்களோ அங்கே தானே பண்ணுவாங்க. ஆளுங்க ரொம்பவே கஷ்டப்பட்டுருக்காங்களா? ரொம்ப சிரமப்பட்டாங்க சார், ரொம்ப சிரமப்பட்டாங்க. நாங்களாம் மேலே மாடியிலேருந்து பார்த்தோம், தண்ணி கிடையாது. அவர் பார்த்தீங்கன்னா ஒரு வரவருங்க சூழ்நிலையில் முன்னாடியே எந்திரிச்சிருக்கலாம். இது பார்த்தீங்கன்னா ரோடு சின்ன ரோடு, இது ஃபுல்லாகவே ஆளுங்க நிற்கிறாங்க. ஆனால் அவர் பஸ் இதுக்குள்ளே வரையில் அந்த சைடு கட்டை, இந்த சைடு வீடு. அதனால் வந்து உங்களுக்கு 10 அடி பஸ் வரையில் இந்த ரோட்டில் அந்த பக்கம் பாதி பேர் உழுகு, அந்த பக்கம் பாதி பேர் உழுகிறக்கு. அதனால் எரிஞ்சலாக இருந்தது. எத்தனை மணில இருந்து ஆளுங்க வந்துட்டே இருந்தாங்க? 10 மணியில் காலையில் 8 மணிலேருந்து விடுவாங்க. வந்து ஆரம்பிச்சிட்டாங்க. வந்துட்டே இருந்தது. அதாவது அவர் வந்தது 10 மணிக்கு வரதா சொன்னாங்க. ஆனால் இங்கே வந்தது வந்துட்டு 12 மணியா? ஓகே. ஆனால் வந்தது வந்துட்டு ஈவினிங் ஒரு 5-5:30 அந்த டைமில் வந்து 7 மணி ஆயிடுச்சு. அவர் இங்கே வரையில் ஸ்பாட்டுக்கு வரல 7 கிடையாதுங்க. இது வந்து ஆக்சுவலி ஒரு ஹைவேஸ், ஈரோடு போகிற ஒரு ஹைவேஸ் ரோடு. இங்கே அதிகபட்சம் ஒரு 5000 பேர் தான் இருக்கலாம். அதுக்கு முதல் நாள் எடப்பாடியார் வந்திருந்தார், இப்போ எக்ஸ்-சிஎம், அப்போ சேம் இதே கண்டிஷன் தான். பட் யாரும் அன்றைக்கி செத்துட்டில்ல. பட் நேற்று வந்துட்டு போலீஸ் ப்ரொடெக்ஷனுங்கிறது 0, ஒன்றும் இல்லை. ஒரு 10-20 பேர் போலீஸ்காரங்க, அவங்க என்ன பண்ண முடியும்? ஒரு 5000 பேர் வர்ற இடத்துல 15000 பேரை கொண்டு வந்து இங்கே நிறுத்தி வச்சுட்டு காலையிலேருந்து சாயந்தரம். நேற்று வந்து சனிக்கிழமை ஸ்கூல் லீவு, அதனால் குட்டிகள் நிறையா வந்துட்டாங்க, குழந்தைகள். ஏன்னா எல்லோரும் விஜயை பார்க்கணுன்ட்டு. ரெண்டாவது எல்லாம் ஒர்க்குக்கு போய்ட்டு வர்ற டைம் ஈவினிங், ஒன்றும் பண்ண முடியல.
பாவப்பட்ட அதிகமாக உமன்ஸு குழந்தைங்க அவங்க எல்லாம் வந்து லேடிஸு ஜென்ஸு ஆமாம் அதிகமாக லேடிஸ் அதிகம் தான். ப்ரோக்ராமில் கூட்டம் பார்த்தபோது விஜய் என்ன சொன்னாங்க? விஜய் வந்து பேசுகிறதுக்குள்ளே தான் அந்த பிரச்சனை நடந்துருச்சு. இந்த பாரு போட்டு அமுத்திட்டாங்க. பேச ஆரம்பிக்கும் போது இந்த இடத்துல எல்லாமே நெருக்கி எல்லாம் தள்ளுமுள்ளாகி போச்சு. என்னெல்லாம் போட்டு அமுத்திட்டாங்க. நான் அப்புறம் அப்போவே இருந்துச்சு, அதில் வெளியே போயிட்டேன் நான். നിങ്ങൾ ഇങ്ങതാ ഉടൻ അതാണ് ഏതായാലും വിജയ് സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും തന്നെ വലിയ തിരക്ക് വന്നു എന്നുള്ളതാണ്. കാരണം വിജയ് ഏകദേശം ഒരു 6 മണിക്കൂറോളം സമയം വൈകിയാണ് ഇവിടേക്ക് എത്തിയത്. പ്രധാനമായിട്ടും ഇന്നലെ 2 സ്ഥലങ്ങളിലായിരുന്നു വിജയ്ക്ക് പരിപാടി ഉണ്ടായിരുന്നത്. അതായത് വിജയുടെ പരിപാടികൾ നാമക്കല്ലിലും അതുപോലെ തന്നെ ഈ കരൂരിലും, ഈ 2 സ്ഥലങ്ങളിലായിരുന്നു ഇന്നലെ സംഘടിപ്പിച്ചിരുന്നത്. ഈ നാമക്കല്ലിൽ രാവിലെ ഒരു 8 മണിയോടുകൂടെയായിരുന്നു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. അതിനുശേഷം ഇവിടേക്ക് ഒരു ഉച്ചയ്ക്ക് 1 മണിയോടുകൂടെ എത്തുമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ നാമക്കല്ലിൽ എത്താൻ തന്നെ വൈകി. അതിനുശേഷം ഈ കരൂരിലേക്ക് എത്തിയത് വൈകുന്നേരം 7:30ആയി. അതായത് 1 മണിക്ക് എത്തും പറഞ്ഞ വിജയ് ഇവിടെ എത്തിയത് 7:30-നാണ്. അത്രയും സമയം വൈകി എത്തിയതോടുകൂടെയാണ്, അതായത് സാധാരണ ഉച്ചയ്ക്ക് എത്തുന്നതിനേക്കാൾ വലിയ ജനക്കൂട്ടം എത്തി. കാരണം ജോലി കഴിഞ്ഞു പോകുന്ന ആളുകൾ, ഒപ്പം സ്കൂൾ കഴിഞ്ഞു വരുന്ന കുട്ടികൾ, അതുപോലെ തന്നെ സ്ത്രീകൾ തുടങ്ങിയവരൊക്കെ അവിടേക്ക് ഇങ്ങനെ ഒഴുകി എത്തുന്ന സാഹചര്യമായി എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ നേരത്തെ പറഞ്ഞ ആളുകൾ പറഞ്ഞതിൽ വളരെ ശ്രദ്ധേയമായൊരു കാര്യം, പോലീസിൻ്റെ ഒരു തരത്തിലുള്ള സുരക്ഷയും ഇവിടെ ഉണ്ടായിരുന്നില്ല. വിരലിൽ എണ്ണാവുന്ന പോലീസുകാർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് വലിയ ഈ ഒരു അപകടത്തിന് കൂടുതൽ ആക്കം കൂട്ടി എന്ന് വേണം പറയാൻ. ഏതായാലും ഈ അപകടത്തിൽ ഇതുവരെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് 39 മരണങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിൽ തന്നെ 8 കുട്ടികളാണ്, 17 സ്ത്രീകളാണ്, 29 പേരെ ഈ അപകട സ്ഥലത്ത് നിന്ന് മരിച്ചിട്ടാണ്, അതായത് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ അവർ മരിച്ചിരുന്നു എന്നുള്ളതാണ്. 107 പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. അതിൽ 17 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്ന സ്ഥിതിയുണ്ട്. 9 പേർ ഇതിൽ പോലീസുകാരാണ് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഇതൊക്കെ തമിഴ്നാട് ആരോഗ്യമന്ത്രിയായ എം സുബ്രഹ്മണ്യൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിച്ച വിവരങ്ങളാണിത്. ഒപ്പം തന്നെ മൃതദേഹങ്ങൾ തൊട്ടടുത്ത ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അമരാവതി മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ കരൂർ സർക്കാർ ആശുപത്രി, പിന്നെ ഒരു സ്വകാര്യ ആശുപത്രി, അങ്ങനെ 3 ആശുപത്രികളിലായിട്ടാണ് ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിനും അതുപോലെ തന്നെ ഈ സ്ഥലത്തെ MLAയും മുൻ മന്ത്രിയുമായ സെന്തിൽ ബാലാജി, തിരുച്ചിറപ്പള്ളി, ദിണ്ടിക്കൽ, നാമക്കൽ ജില്ലാ കളക്ടർമാർ എന്നിവരൊക്കെ സ്ഥലത്തെത്തി അപകട സ്ഥലം സന്ദർശിക്കുകയും ഒപ്പം ആശുപത്രിയിലെ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സമീപ ജില്ലകളിൽ നിന്നുള്ള ആരോഗ്യ സംഘവും ഇപ്പോൾ സ്ഥലത്ത് എത്തി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തമിഴ്നാട് സർക്കാർ ആണെങ്കിൽ ഈ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും നൽകുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ TVK, വിജയുടെ പാർട്ടിയായ TVKയുടെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറിയായ VP മതിയഴകനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പരിപാടിക്ക് സ്ഥലം അനുവദിച്ചതിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്നും വിജയ് വൈകിയെത്തിയതാണ് അപകടത്തിന് കാരണമെന്നുമുള്ളതാണ് ഇതിൽ തമിഴ്നാട് DGP പറയുന്നത്. അതേസമയം തന്നെ അപകടത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തമിഴ്നാട് സർക്കാരിനോട് റിപ്പോർട്ട് തേടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പോലീസിന് വീഴ്ചയെക്കുറിച്ച് ഏതായാലും സ്റ്റാലിൻ ഇതുവരെ ഒന്നും സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സ്റ്റാലിൻ പറയുന്നത്. അതായത് ഇന്നൊരു പുലർച്ചെയോടെയാണ് സ്റ്റാലിൻ ഈ അപകടം നടന്ന ആശുപത്രി സന്ദർശിച്ചത്. തുടർന്ന് സ്റ്റാലിൻ പറഞ്ഞത് ജുഡീഷ്യൽ അന്വേഷണത്തിൽ ദുരന്ത കാരണം കണ്ടെത്തും, അന്വേഷണത്തിനൊടുവിൽ ഉചിതമായ നടപടി ഉണ്ടാവും. വിജയെ അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യത്തിന് സ്റ്റാലിൻ മറുപടി പറയുന്നില്ല. ആരെ അറസ്റ്റ് ചെയ്യും, ആരെ അറസ്റ്റ് ചെയ്യില്ല എന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് സ്റ്റാലിൻ പറഞ്ഞത്. ഏതായാലും 15 പേരുടെ പോസ്റ്റ്മോർട്ടം ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. ഈ മരിച്ചതിൽ 1.5 വയസ്സുകാരൻ വടിവേൽ നഗർ സ്വദേശി ഉൾപ്പെടെ ഉണ്ട്. അതായത് 1.5 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെയാണ് ഈ അപകടത്തിൽ മരിച്ചത് എന്നുള്ള വളരെ ദുഃഖകരമായ കാര്യമുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ അപകട സ്ഥലത്തെ കാഴ്ചകൾ ആരുടെയും ഹൃദയം ഉലയ്ക്കുന്നതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു ചുഴലിക്കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഉണ്ടാവുക, അതുപോലെ ഉള്ള കാഴ്ചകളാണ് ഇവിടെ എങ്ങും കാണാൻ സാധിക്കുന്നത്. TVK എന്ന വിജയുടെ പാർട്ടിയുടെ ഫ്ലെക്സ് ബോർഡുകൾ, ഒപ്പം ആളുകളുടെ വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, ബാഗുകൾ, ഏറെ പ്രതീക്ഷയോടെ ആയിരിക്കാം ഈ ജനങ്ങളൊക്കെ ഇന്നലെ 7:30 തന്നെ ഇവിടേക്ക് എത്തിയത്. തങ്ങൾ സിനിമയിൽ മാത്രം കാണുന്ന താരത്തെ ഒന്ന് നേരിൽ കാണുക, ഒന്ന് തൊട്ടടുത്ത് കാണാൻ കഴിയും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ വന്ന നടൻ വിജയ് എത്തുമ്പോൾ അത് രാഷ്ട്രീയത്തിന് അതീതമായി
നിരവധി സ്ത്രീകളടക്കം അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി എത്തിയതാണ്. ഒടുവിൽ അവിടെ നിന്ന് ജീവനറ്റ ശരീരമായി ആശുപത്രികളിലേക്ക് എത്തേണ്ട അവസ്ഥ അവിടെയുള്ളവർക്ക് ഉണ്ടായി എന്നുള്ളതാണ്. നേരത്തെ അവിടെയുള്ള പ്രദേശവാസികൾ പറഞ്ഞതുപോലെ ഇത് വരുത്തിവെച്ച ദുരന്തമാണ് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഇന്നലത്തെ ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറം ഇന്ന് ആ വെളിച്ചത്തിൽ ആ റോഡ് കാണുമ്പോഴാണ് എത്ര വലിയ ദുരന്തമാണ് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നലെ നടൻ വിജയ് സംസാരിക്കുന്ന സമയത്ത് ആ റോഡിലൂടെ പല വാഹനങ്ങളും പോകുന്നുണ്ട്. അതിൽ ഒന്ന് ആംബുലൻസ് ആണ് എന്ന് തോന്നുന്നു. എന്തായാലും ആ ഒരു വാഹനത്തെ പോലും അവിടെ കടത്തിവിടാൻ വലിയൊരു പരിശ്രമം തന്നെ വേണ്ടി വന്നിരുന്നു. എന്തായാലും ഇത് വരുത്തിവെച്ച ദുരന്തമാണ് എന്നുള്ള വാദം തന്നെയാണ് ശക്തമാകുന്നത്, അല്ലേ? രാഖി, തീർച്ചയായിട്ടും ഇത് വരുത്തിവെച്ച അപകടമാണ് എന്നുള്ള ആരോപണവും ആക്ഷേപവും ഒക്കെ തന്നെയാണ് ശക്തമാവുന്നത്. കാരണം രണ്ട് തരത്തിലാണ്. ഒന്ന്, ഈ TVK എന്ന രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വിജയ് എന്ന ഒരു മുഖത്തിൻ അല്ലാതെ ഇതിന് താഴെ ഘടകങ്ങളോ അതിന് കൃത്യമായിട്ടുള്ള ഈ സംഘടനാ സംവിധാനങ്ങളോ ഒന്നും തന്നെയില്ല. ഒരു ആൾക്കൂട്ടം വരുമ്പോൾ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനോ അതിന് മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ചെയ്യാൻ കഴിയുന്ന പ്രാപ്തി ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഇല്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ TVK എന്ന രാഷ്ട്രീയ പാർട്ടി പ്രധാനമായിട്ടും ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന് 10,000 പേര് 10,000 പേര് ഈ പരിപാടിക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ വിജയുടെ, അതായത് തൃച്ചിറപ്പള്ളിയിൽ നിന്നാണ് വിജയുടെ ഈ സംസ്ഥാന പര്യടനം തുടരുന്നത്. ആ സംസ്ഥാന പര്യടനം തുടരുമ്പോൾ ആ സംസ്ഥാന പര്യടനത്തിന് വേണ്ടി ആദ്യം നടത്തിയ പരിപാടി മുതൽ ഇങ്ങോട്ട് ഏകദേശം 3 പരിപാടികൾ അവർ സംഘടിപ്പിച്ചു കഴിഞ്ഞു. ആ 3 പരിപാടികളിലും 50,000, 60,000, 1,00,000 ഒക്കെ ആളുകൾ വന്നിരുന്നു. അങ്ങനെ മുൻപ് തന്നെ, അതായത് കഴിഞ്ഞ സെപ്റ്റംബർ 17 തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ മുതൽ തന്നെ ഈ വിജയുടെ പരിപാടികളിലേക്ക് വലിയ ജനക്കൂട്ടം എത്തുമെന്ന് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായിട്ടും അവർ പോലീസിനോടും മറ്റുമൊക്കെ പറഞ്ഞത്, കോടതിയോടൊക്കെ പറഞ്ഞത് ഒരു 10,000 ആളുകളെ പരിപാടിക്ക് വരികയുള്ളൂ എന്നുള്ളതാണ്. അത് ആ സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര പിഴവാണ്, തെറ്റായ കാര്യം പറഞ്ഞത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഈ TVK എന്നുള്ള രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് അവർ സ്ഥലം ഇത്രയും ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമേ പങ്കെടുക്കാൻ കഴിയുള്ളൂ എന്നിരിക്കെ ഈ സ്ഥലത്ത് ഇവർ പരിപാടി സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. ഒപ്പം ഇവിടെ വേണ്ട വെള്ളമോ മറ്റ് ആരോഗ്യ സംവിധാനങ്ങളോ കോടതി പോലും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആംബുലൻസിന് പോകുന്ന തരത്തിലായിരിക്കണം, ഒരു വഴിയുള്ള സ്ഥലമായിരിക്കണം ഈ പരിപാടി നടക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമുക്ക് റോഡിൽ തന്നെ കാണാൻ സാധിക്കും, ഒരു ആംബുലൻസ് കടന്നു പോവേണ്ട തരത്തിലുള്ള ഒരു സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അതായത് ആൾക്കൂട്ടം വന്നു കഴിഞ്ഞാൽ ആൾക്കൂട്ടത്തിൻ്റെ അപ്പുറത്ത് ഒരു ആംബുലൻസ് കടന്നു പോവുക എന്നുള്ള തരത്തിലുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഈ TVKയുടെ ഭാഗത്തുനിന്ന്, വിജയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ചയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പോലീസിൻ്റെ ഭാഗത്തു നിന്ന്, തമിഴ്നാട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിലും തർക്കമില്ല. കാരണം ഇത്രയും വലിയ ഒരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിക്ക് ആവശ്യമായ സുരക്ഷ സ്വാഭാവികമായിട്ടും ഏർപ്പെടുത്തേണ്ടിയിരുന്നതാണ്. പക്ഷേ അവർ അത്തരത്തിലുള്ള സുരക്ഷ ഒന്നും ഇവിടെ ഏർപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, നേരത്തെ സംസാരിച്ച നാട്ടുകാരായ ആളുകൾ തന്നെ നമ്മളോട് പറഞ്ഞു, അതായത് വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏതായാലും ഈ അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടി എന്നുള്ളതിന് എന്ന് വേണം പറയാൻ. ഏതായാലും കഴിഞ്ഞ സെപ്റ്റംബർ 13-നാണ് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഈ വിജയുടെ പര്യടനം ആരംഭിക്കുന്നത്. ആ പര്യടനം ആരംഭിച്ചതിന് ശേഷം ഇന്നലെയാണ് ഈ പരിപാടി നാമക്കല്ലും കരൂരും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അവർ തീരുമാനിച്ചത്. നാമക്കല്ലിൽ പരിപാടി സംഘടിപ്പിച്ചു. നാമക്കൽ RP പുതൂരിൽ KS സിനിപ്ലക്സിന് സമീപത്ത് വെച്ചായിരുന്നു പരിപാടി. അത് രാവിലെ ഒരു 7 മണിക്ക് പരിപാടി എന്ന് പറഞ്ഞു. പക്ഷേ പരിപാടി തുടങ്ങിയപ്പോഴേക്കും ഏറെ വൈകി. പിന്നീടാണത് ഇവിടേക്ക് എത്തിയത്. ഈ ആളുകൾ, നാട്ടുകാരായ ആളുകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇത് കൂട്ടം നടക്കുമ്പോൾ എങ്കിൽ இருந்துங்களா? கூட்டம் நடக்கும்போது நாங்கள் இல்லை, சம்பவத்தை பார்த்த பின்னாடி தான் நாங்கள் வந்தோம். பார்த்தா நிறையா பேர் வந்து ஆம்புலன்ஸில் எல்லாம் எடுத்துக்கிட்டு போயிட்டு இருந்தாங்க. எங்களுக்கு அதை நினச்சி பார்க்கும்பொழுதே நெஞ்ச பதறிச்சு. ஏன்னா இந்த மாதிரி சம்பவம் வந்து இந்த கரூரில் எங்கேயுமே நடந்தது கிடையாது. ஆனால் இதுதான் முதல் முறையாக நடந்திருக்கு. ஏன்னா அவ்வளோ பாதுகாப்பான ஊர் வந்து எங்கள் கரூர். எந்த ஒரு இயற்கை சீற்றத்துக்குமே எந்த ஒரு அழிவிற்குமே இது உட்படாத ஊர். அந்த மாதிரி எந்த ஒரு தீமைக்கும் எந்த ஒரு நிகழ்வுக்கும் உட்படாத ஊர் வந்து கரூர்னு நாங்கள் நினைப்போம். ஆனால் இந்த மாதிரி துயர சம்பவம்
நிகழ்ந்தது வந்து இதுவே முதல் முறை இந்த இடத்துல. அதை நினச்சி எங்களுக்கு ரொம்ப நெஞ்ச பதறுது. கரூர் ஜிஹெச்சில் போய் பார்க்கும் பொழுது எத்தனையோ பேர் உறவினர்களும் குழந்தைகளும் இழந்தவங்க பார்க்கும் பொழுது நெஞ்ச பதறுகிறது. எங்களால் வந்து தாங்கவே முடியல. இந்த ஒரு துயரத்தை நினைக்கும் பொழுது எங்களுக்கு மனசு பதறுது. இந்த மாதிரி ஒரு நிகழ்வு இந்த இடத்துல நடந்திருக்கா, என்ன நாங்கள் வசிக்கக்கூடிய இடத்துல நடந்திருக்கா நினைக்கும் பொழுது நாங்கள் ரொம்ப மனசு கஷ்டமாக இருக்குதுங்க சார். അവരുടെ ആ വാക്കുകൾ വിങ്ങിപ്പൊട്ടുന്ന ആ കാഴ്ച കണ്ട ആളുകളാണ്. അവരുടെ ഭാഗത്തു നിന്ന് പോലും അവർ വളരെയേറെ വിങ്ങുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കൂടുതൽ ആളുകളുണ്ട്. നിങ്ങൾ എന്താ ആക്സിഡന്റ് നടക്കുമ്പോൾ ഇങ്ങനെ ഇരുന്നீங்களா? எல்லாம் மயக்கம் போட்டு எல்லாம் கீழே விழுந்துட்டாங்கங்க. ரொம்ப ரொம்ப சரியான கும்பல். தள்ளி விளக்க முடியலப்பா. விளக்க முடியாதனால எல்லாம் அந்த டிச்சு வேற அந்த டிச்சுக்குள்ள ஒருத்தங்க விழுந்துட்டாங்க. சரியான கும்பல். போனாலும் போகவும் மாட்டேங்கிறாங்க. அப்படியே நின்று மயக்கம் போட்டு விழுவுறாங்க. ரொம்ப கும்பல் அதிகப்பா. நேற்று வந்தனால தாங்க முடியாமல் சனங்கள்லாம் இதாகிட்டாங்க. ரொம்ப சிரமம். ஆனால் நீங்கள்லாம் இங்கே இருந்தீங்களா? அந்த ஜனங்கள் எல்லாமே ரொம்பவே சிரமப்பட்டீங்க. ரொம்ப சிரமப்பட்ட கூட்டம், பயங்கர நெரிசல், அந்த அளவுக்கு ரொம்ப கஷ்டப்பட்டோம். இந்த ரோட்டில் வந்த கூட்டம் அளவே இல்லை. ஒவ்வொன்றா அந்த வண்டி கொண்டாந்து தட்டை கொண்டாந்து தூக்கி வச்சு இழுத்துக்கிட்டு போவத்த. ஆனால் பார்க்க முடியல. நான் எங்கள் வாசல் நிற்கிது 20 வண்டி. பைப்பு அதுக்கு தெருப்பைப்பு இருக்குது, அதை திறந்து விட்டுட்டோம். மக்கள் தண்ணி குடிச்சு. ஆனால் கரண்ட்டு போகுது. விபியிலிருந்து ஃபோன் பண்ணிட்டாங்க, மரத்தில் ஏறாதீங்க, மாடியில் ஏறாதீங்கன்னு கூப்பிட்டு சொன்னாங்க. ஆனால் கேட்கவே இல்லை. பண்ணாதீங்கன்னு சொல்லதான் முடியும். பசங்கள் எல்லாமே மரத்தில் இந்த மாதிரி மரத்துல ஏறிட்டானுங்க. ஏறிட்டு நகரவே இடத்துல அவனுங்களை பாதுகாக்கிறேன்னு போய் தான் கீழே அந்த தகரமெல்லாம் விழுந்தது. அங்கே கீழே நிற்கிறவங்களுக்கு என்ன ஆச்சுன்னு இந்த நிமிஷம் வரைக்கும் எங்களுக்கு தெரியாது. அந்த இப்போ கண்டு விழுகுதுன்னா அதுக்கு கீழே ஒரு 50 பேர் நின்றுருப்பாங்க. அவங்கள காப்பாற்றுறதா, மேலேருந்து இறங்குற பையன்களை காப்பாற்றுறதா, நாலா பக்கம் டைவர்ட் ஆகிறோம் நம்ம. அப்போ இதை ஒருத்தர் மேலே வீணாக சொல்கிறதோ, நமக்கு வாய்க்கு வந்ததெல்லாம் பேசுகிறதோ எல்லாம் ரொம்ப தப்புங்க. இப்போ இங்கே வரானா சினிமா நடிகருக்காக ஒரு மோகத்தில் வந்து இவங்க பண்ணுற இதெல்லாம் ரொம்ப ஒரு நல்ல ஒரு விஷயங்கள் இல்லைங்க. குழந்தைங்க மனசில் பதிக்கிறதெல்லாம் ஒரு தவறான கருத்துக்களை விதைச்சிட்டு போயிடுறானுங்க நடிகர்கள்லாம். எத்தனை மணிக்கு இவங்க விஜய் வரேன்னு சொன்னாங்க? 2 மணிலிருந்து 3 மணிக்குள்ளே வரதா சொல்லிச்சு. கடைசியில் வந்தது வந்து பார்த்தீங்கன்னா 6:15. அதனால கூட்டம் அதிகரிச்சிருச்சு. எல்லாம் சாப்பிடாம மயங்கி விழுந்துட்டாங்க. போலீஸ் இருந்ததா? போலீஸ் எல்லாம் நல்லா பாதுகாப்போடு தான் இருந்தாங்க. அவங்களவே தள்ளி விட்டுறாங்க பசங்க. அவங்களால கண்ட்ரோல் பண்ண முடியல. அவ்வளோ கூட்டம். 1 கிலோமீட்டர் அளவுக்கு ஃபுல் கூட்டம். பயங்கரமான கூட்டமான. நிறைய இளைஞர்கள், குழந்தைகள், பொண்ணுங்கள், ஸ்திரீகள் எல்லாமே இருந்தாங்க. ரொம்ப பேர் இருந்தாங்க. ரொம்ப பேர் வந்து ரொம்ப கூட்டம் ரொம்ப ஜாஸ்தி ஆகிடுச்சு. அதில் பார்த்தீங்கன்னா கரண்ட் கட் பண்ண சொல்லி அந்த கட்சிக்காரங்க தான் சொல்லி கட் பண்ணாங்க. கட் பண்ணி எழுதி கொடுத்து கட் பண்ணுவோம். கரண்ட் கட் பண்ணிட்டாங்க. இவங்க என்ன சொல்கிறாங்க, கரண்ட் கட் பண்ணிட்டு கவர்மெண்ட் கட் பண்ணிட்டாங்க அப்படின்ற மாதிரி சொல்கிறாங்க. அது தப்பு இல்லை. அவங்களே கட்சிக்காரவங்களே அந்த கட்சிக்காரங்க தான் எழுதி கொடுத்து கட் பண்ண சொல்லிட்டாங்க. அதான் உண்மை. அதான் உண்மை. கூட்டம் ஜாஸ்தி ஆயிடுச்சு. குழந்தைங்களாம் ஒன்றும் பண்ண. இடையில ஒரு பாட்டில் எல்லாம் தூக்கி போட்டதைக்கல. அந்த பாட்டில் தூக்கி போட்ட போது தானா கூட்டம்? அப்போதான் தண்ணி இல்லாமல் எல்லாம் தவிச்சதுனால தான் காரணம். மயக்க வராமல் காலையில் 11 மணிக்கே கும்பல் சாப்பிடாம எல்லாம் மத்தியானமாக சாப்பிடாம தான் நிறைய பேர் இருந்தாங்க. நிறைய பேர் சாப்பிடாமல் இருந்தது. மயக்கம், அளவில்லாத வெயில், நேற்று கும்பல், அளவில்லாத கும்பல். இதுதான் தண்ணி போட்டில் எடுத்து போட்டு போது அவங்க தண்ணி மயக்கம் போட்டு விழுந்துட்டாங்க. தண்ணி போட்டாங்க. விஜய் போட்டார். நல்லா மயக்கம் விழுந்துக்கிறாங்க. தண்ணி மேலேருந்து போட்டார். ஆனால் அதெல்லாம் കുമ്പൾ அளவில் കുമ്പൾ എല്ലാമും ഇതായിരിച്ചു. അതായത് വിജയ് ഈ ഒരു അപകടത്തിനിടെ പെട്ടെന്നാണ് ആളുകൾക്ക് അതിരാവിലെ മുതൽ തന്നെ, അതായത് ഇന്നലെ ഈ ഒരു 6 മണി മുതൽ തന്നെ ഇവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തടിച്ചുകൂടി ആളുകൾ നിന്ന കൂടുതൽ യുവാക്കളും സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിലേക്ക് അവർക്ക് ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് വിജയ് വന്നപ്പോൾ ആ തിക്കിലും തിരക്കിലും പെട്ട് അവർ കൂടുതൽ ബുദ്ധിമുട്ടുന്ന സ്ഥിതിയിലേക്ക് കടന്നു. ആ കൂടുതൽ ബുദ്ധിമുട്ടുന്ന സ്ഥിതിയിലേക്ക് കടന്ന സമയത്ത് വിജയുടെ വാഹനത്തിൽ നിന്നുമുള്ള വെള്ളത്തിൻ്റെ ബോട്ടിലുകൾ, വാട്ടർ ബോട്ടിലുകൾ ഈ ആളുകളുടെ ഇടയിലേക്ക് എറിഞ്ഞു കൊടുത്തു. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ബോട്ടിലുകൾ എറിഞ്ഞു കൊടുത്തു. ആ ബോട്ടിൽ എടുക്കാൻ വേണ്ടി ആളുകൾ തിക്കും തിരക്കും കൂട്ടുകയും കുനിയുകയും ഒക്കെ ചെയ്തു. കാരണം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരത്തിൻ്റെ കയ്യിൽ നിന്നൊരു ബോട്ടിൽ വെള്ളം കിട്ടുക എന്ന് പറയുന്നത് ഒരു ഇവിടെ എത്തിയ ആരാധകരെ
സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി അവർ ശ്രമിച്ചത് കൂടുതൽ തിരക്കിനും തിക്കിനും ഒക്കെ കാരണമായി എന്നുള്ളതാണ് ഇവരൊക്കെ പറയുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇതിലൊരു എടുത്തു പറയേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ മദ്രാസ് ഹൈക്കോടതിയുടെ കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത് വെള്ളവും ഭക്ഷണവും അതുപോലെ തന്നെ ആംബുലൻസിന് കടന്നു പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ട് വേണം പരിപാടി സംഘടിപ്പിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ വിജയുടെ വാഹനത്തിൽ നിന്നുള്ള വാട്ടർ ബോട്ടിലായിരുന്നില്ല ഇട്ട് കൊടുക്കേണ്ടിയിരുന്നത്. അതിനു മുൻപ് തന്നെ ഈ ജനക്കൂട്ടത്തിന് വേണ്ട വെള്ളമൊക്കെ ഇവർ തന്നെ ഒരുക്കണമെന്ന് കോടതി പറഞ്ഞിരുന്നു. ആ വെള്ളം ഒരുക്കിയില്ല എന്ന് മാത്രമല്ല, തിക്കും തിരക്കം കണ്ടപ്പോഴാണ് വിജയ് ആ വാഹനത്തിൽ നിന്ന് 2 ബോട്ടിൽ വെള്ളം എടുത്ത് എറിയുന്ന സ്ഥിതി ഉണ്ടായത് എന്നുള്ളതാണ്. ഏതായാലും ഒരുപാട് ആളുകൾ ഇപ്പോൾ നേരം പുലരുമ്പോൾ ഒരുപാട് ആളുകൾ ഇവിടേക്ക് ഇങ്ങനെ എത്തുന്ന ഒരു സാഹചര്യം കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാന പാതയാണ്, അതായത് കരൂരിൽ നിന്നും ഈ റോഡിലേക്ക് പോകുന്ന പ്രധാന പാതയാണ്. ആ പ്രധാന പാതയിലാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. വളരെ ചെറിയ ഒരു പാത, ആ പാതയിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. ഉച്ചയ്ക്ക് നടക്കേണ്ട പരിപാടി വിജയ് എത്തിയത് 7:30 പരിപാടിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇത്തരമൊരു അപകടം ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിജയുടെ ഈ സംസ്ഥാന പര്യടനം തുടങ്ങിയത് സെപ്റ്റംബർ മാസം 13 തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ്. തുടർന്ന് ഇന്നലെ നാമക്കല്ലും കരൂരും 2 ഇടങ്ങളിലാണ് പരിപാടി ഉണ്ടായിരുന്നത്. നാമക്കല്ലിൽ അതിരാവിലെ ഒരു 7-8 മണിയാകുമ്പോൾ പരിപാടി നടക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ നാമക്കല്ലിലേക്ക് വിജയ് എത്തിയത് ഉച്ചയോടെയാണ്. അവിടുത്തെ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് നാമക്കല്ലിലെ RP പുതൂരിൽ KS സിനിപ്ലക്സിന് സമീപത്ത് വെച്ചായിരുന്നു പരിപാടി നടന്നത്. ആ പരിപാടി ഇന്നലെ അരുൺ സൂചിപ്പിച്ചതുപോലെ കോടതി നിർദ്ദേശങ്ങളെല്ലാം മറികടന്നുകൊണ്ട് സംഘടിപ്പിച്ച ഒരു റാലി, അവിടെ ആൾക്കൂട്ടം എത്തുന്നത് വരെ നടൻ കാത്തിരിക്കുന്നു. അതിനുശേഷം മാത്രം റാലിയിൽ പങ്കെടുക്കുന്നു. ഇതിനുശേഷം മഹാദുരന്തം സംഭവിച്ചതിന് ശേഷം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് യാതൊരു മറുപടിയും നൽകാതെ നടൻ വിജയ് അവിടെ നിന്ന് ചെന്നൈയിലെത്തുന്നു. ചെന്നൈയിലെത്തിയതിനു ശേഷം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു. അതായത് തനിക്ക് താങ്ങാവുന്നതിലും അപ്പുറം ഒരു ദുരന്തമാണ് സംഭവിച്ചത്, തൻ്റെ ഹൃദയം തകർന്നിരിക്കുന്നു, പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെ, അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബത്തിനൊപ്പമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു അത്രേ. അരുൺ നോക്കുക, ഇവിടെ 39 പേരുടെ മരണം ഇതിനോടകം സംഭവിച്ചു കഴിഞ്ഞു. പലരുടെയും നില ഗുരുതരമാണ്. അപ്പോഴും അദ്ദേഹം പറയുന്നത് പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന്. ഈ മരണപ്പെട്ടവരുടെ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. ഒപ്പം തന്നെ ഈ എവിടെയോ ചെന്നിരുന്ന് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടതുകൊണ്ട് ആകുമോ, കാരണം ഒരു ജില്ലാ നേതാവിനെതിരെ കേസെടുത്തു, അതുകൊണ്ട് കഴിയുമോ ഈ കാര്യങ്ങൾ? കാരണം അത്രയേറെ സ്വാധീനമുള്ള, പ്രത്യേകിച്ച് തമിഴ്നാട് സർക്കാരിന് തന്നെ ഈ വിഷയത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ഒരു ധനസഹായമൊക്കെ പ്രഖ്യാപിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ വിഷയം കെട്ടടങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. ആ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും, അല്ലേ അരുൺ? തീർച്ചയായിട്ടും ഈ ഒരു അപകടത്തിന് ശേഷം പോലും വിജയുടെ ഭാഗത്ത് നിന്ന് നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ നേതാവും സ്വീകരിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിൽ തർക്കമില്ല. കാരണം ഈ പരിപാടി നടക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വലിയ അപകടം ഉണ്ടാകുന്നു. ഒരുപാട് ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് ശ്വാസം കിട്ടാതെ മരിക്കുന്നു. അങ്ങനെ ആളുകൾ മരിച്ചു കിടക്കുന്ന സമയത്ത് ഇവിടെ നിന്നും നേരെ തിരുച്ചിറപ്പള്ളി ഭാഗത്തേക്കാണ് വിജയ് പോയത്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ പോയി തിരുച്ചിറപ്പള്ളി എയർപോർട്ടിൽ എത്തുന്നു. എയർപോർട്ടിന് മുന്നിൽ മാധ്യമങ്ങളൊക്കെ നിന്നിരുന്നു. ആ മാധ്യമങ്ങളൊക്കെ വിജയോട് കൃത്യമായിട്ട് തന്നെ ചോദിച്ചു, സാർ 30-ലേറെ ആളുകൾ മരിച്ചിരിക്കുന്നു, എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് തുടങ്ങിയൊക്കെ എടുത്ത് ചോദിക്കുന്നു. പക്ഷേ വിജയ് ഒന്നും മിണ്ടുന്നില്ല. വിജയ് അവിടെ നിന്നും കടന്നു കളയുകയാണ്. അതായത് ഈ അപകട സ്ഥലത്ത് നിന്നും പെട്ടെന്ന് കടന്ന് ഓടി ഒളിക്കുകയാണ്. നമുക്കറിയാം, സിനിമയിലൊക്കെ വലിയ രീതിയിൽ ആളുകളെ രക്ഷിക്കുന്ന ആ രക്ഷകനായിട്ട് എപ്പോഴും മിക്ക സിനിമകളിലും അവതരിക്കുന്ന ആ വിജയാണ് ഇവിടെ നിന്നും പെട്ടെന്ന് ആളുകളുടെയൊക്കെ ഇത്രയും ആളുകൾ ജീവന് വേണ്ടി ഒരു ഭാഗത്ത് ആളുകൾ തുടിക്കുന്നു, മറുവശത്ത് ഒരുപാട് ആളുകളുടെ മരണം സംഭവിച്ചിരിക്കുന്നു. ആ സമയത്താണ് വിജയ് ഇവിടെ നിന്നും കടന്നു കളഞ്ഞത് എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് ചെന്നൈയിലെത്തി. ചെന്നൈ എയർപോർട്ടിൽ വെച്ച് മാധ്യമങ്ങൾ വിജയുടെ പ്രതികരണമൊക്കെ തേടിയെങ്കിലും വിജയ് ഒന്നും പറയാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, പിന്നീടാണ് ആ ഒരു അനുശോചനം എന്ന തരത്തിൽ ഏതാനും വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വിജയ് കുറിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ആ വിജയുടെ ഭാഗത്ത് നിന്ന് ഇതിൽ ഉണ്ടായിട്ടുള്ളത് വലിയ വീഴ്ചയാണ് എന്നുള്ളതിൽ സംശയമില്ല.
ഒപ്പം തന്നെ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടുപേരും ഒരേപോലെ ഈ അപകടത്തിന് ഉത്തരവാദിയാണെന്നുള്ളതാണ്. കാരണം വിജയ് ഈ കരൂരിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല 3 സ്ഥലങ്ങളിലായിട്ട് പരിപാടി നടത്തുന്നതിന് വേണ്ടിയാണ് അനുമതി തേടിയത്. പക്ഷേ ഈ സ്റ്റാലിൻ സർക്കാർ, തമിഴ്നാട് പോലീസ് അതിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. ആ 3 സ്ഥലങ്ങളിൽ പരിപാടി നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസാനം ഈ വേലുച്ചാമിപുരത്തെ പരിപാടി നടത്തുന്നതിന് വേണ്ടി അനുമതി നൽകുകയായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ AIDMKയുടെ പരിപാടിയും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. ഇതേ സ്ഥലത്ത് വെച്ച് നടത്തുന്നതിന് വേണ്ടിയായിരുന്നു അനുമതി നൽകിയത്. മറ്റ് ഭാഗങ്ങളിലൊന്നും, അതായത് ഈ കരൂരിൽ തന്നെ 3 സ്ഥലങ്ങളിലായിട്ട്, ചിലപ്പോൾ 3 ഇടങ്ങളിലായിട്ട് ഈ പരിപാടി സംഘടിപ്പിച്ചതാണെങ്കിൽ ഈ ജനങ്ങൾ തന്നെ, അതായത് ഇവിടെ ഇത്രയേറെ തടിച്ചുകൂടിയ ജനങ്ങൾ ഈ 3 ഇടങ്ങളിലായിട്ട് അവർ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അപകടങ്ങൾ ഇല്ലാതാക്കുമായിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അനുമതി നൽകിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ അനുമതി ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ ഒന്നുകിൽ വിജയുടെ ഭാഗത്തു നിന്നും TVKയുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ടിയിരുന്നത് കുറച്ചുകൂടി ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ സ്ഥലത്ത് പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു. പക്ഷേ അവരും അവിടെ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇത് തമിഴ്നാട്ടിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ വിജയും സ്റ്റാലിനും തമ്മിലുള്ള ആ ഒരു പോര്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വിജയ് സംസ്ഥാന രാഷ്ട്രീയത്തേക്ക് കടന്നു വരുന്നു, താൻ മുഖ്യമന്ത്രിയാവുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നു. അതേസമയം സ്റ്റാലിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെ വിജയുടെ പരിപാടിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒക്കെ പരിപാടിക്കും കൃത്യമായിട്ട് അനുമതി നൽകാതെ പലയിടത്തും പരിപാടി സംഘടിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുകയാണ് ഒരു വശത്ത് സ്റ്റാലിൻ സർക്കാർ ചെയ്യാറുള്ളത്. അതുതന്നെയാണ് വിജയോട് ചെയ്തതും. അതുകൊണ്ട് തന്നെ 3 ഇടങ്ങളിൽ പരിപാടി നടത്തണമെന്ന് പറഞ്ഞ വിജയോട് ആ 3 ഇടത്ത് പരിപാടിക്കുള്ള അനുമതി കൃത്യമായി നൽകിയില്ല. അതിനുശേഷം അങ്ങനെ അനുമതി നൽകാതിരുന്ന ഈ സ്റ്റാലിൻ ഭരണകൂടം അനുമതി നിഷേധിക്കുമ്പോൾ കുറച്ചുകൂടി വിശാലമായ സ്ഥലത്താണ് വിജയുടെ പാർട്ടി പരിപാടി സംഘടിപ്പിക്കേണ്ടിയിരുന്നത്. പക്ഷേ കോടതിയെ ഉൾപ്പെടെ സമീപിച്ചുകൊണ്ട് വിജയ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് വളരെ സ്പേസ് കുറഞ്ഞ, വളരെ ചെറിയ ഒരു ഭൂമിയായ ഇവിടെയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപോലെ പോലീസും സംസ്ഥാന സർക്കാരും വിജയുടെ പാർട്ടിയും വിജയും ഒക്കെ ഇതിന് കാരണക്കാരാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കുറച്ചുകൂടി ആളുകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് അവരോട് പറയാനുള്ളത് ചോദിക്കാം. இந்த கூட்டம் வரும்போது நீங்க எங்க இருந்தீங்களா? அந்த இடத்துல நின்றுவங்க, அங்கே நின்றுக்கிட்டு இருந்தா பயங்கர கும்பல். இது மேலையெல்லாம் எல்லாம் நிறைய நின்று பொம்பளை பிள்ளைகள்லாம் இந்த இது வாங்கி போட்டுக்கிட்டு கழுத்தில் இது போட்டுக்கிட்டு தலையில கட்டிக்கிட்டு, ஐயோ பண்ணு அவில அழுது பண்ணிட்டாங்க. போலீஸ் ஆராய்ச்சி பண்ணலைங்க. போலீஸ் வந்திருந்தா எல்லாம் அடக்கிருக்கலாம். போலீஸே இல்லைங்க, எல்லாம் ஆம்புலன்ஸ் 10 ஆம்புலன்ஸ் மேக்க போச்சு. அதுக்கு முன்னாடியே போலீஸ் ஓடி வந்தாங்க. அதுக்கு முந்தி ஒரு போலீஸ் கூட வரல. அப்பா சாமி, நாங்கள் எந்த நாட்டிலும் இந்த அநியாயம் பார்க்கவே இல்லை. ரொம்பவே சிரமப்பட்டீங்களா? பயங்கர. ஒரு தண்ணி இல்லை, சாப்பாடு இல்லை. காலையில் 7 மணிலேருந்து நைட்டு 8 மணி மட்டும் இங்கேயே எல்லாம் கோந்துருந்தா மயக்கம் வராது. என்ன பண்ணு, சொன்ன டைமுக்கு வரணுங்கல்ல. விஜய் மேலேயும் தப்புத்த. 1 மணிக்கு வரணும்னா 1 மணிக்கு வந்துடணும், 12 மணிக்குன்னா 12 மணிக்கு வரணும். நைட்டு 7:30 மணிக்கு வந்தால் சாணா என்ன பண்ணு, அது நம்ம அங்கே வேணும் இங்கே வந்துட்டு என்ன பண்ணுறது அப்படின்னு எல்லாம் கோந்துருக்குறாங்க. எப்படி அப்புறம் 6 மணிக்கு மேலே வேலைக்கு போனையோ, மில்லுக்கு போனையோ, டெக்ஸுக்கு போனையோ பயங்கரமாக எல்லாம் பார்க்கலாம்னு வந்துட்டாங்க. இந்த அநியாயத்தை நாங்கள் பார்த்துட்டோம். விஜய் மேலேயும் தப்பு. அவர் மேலே அவங்க ரசிகருங்கிறாங்க. ரசிகர் பாதுகாப்பு கொடுக்கலாம்ல, அவங்க இருந்து இது பண்ணலாமல்ல. ரசிகருங்கிறாங்கல்ல, அவர் பேர் தானுங்க. அதாவது கரூர் மாவட்டத்துக்கு வந்து வேலுச்சாமிபுரத்துக்கு வந்து இந்த மாதிரி ஆயிடுச்சுன்னா அவருக்கு ஒரு இது தானே. ரசிகர் நம்ம எதுக்கு இருக்கிறோம், நம்ம ஒத்துழைப்பு கொடுக்கணும், பாதுகாப்பு கொடுக்கணும். அவங்களே சேர்ந்து இந்த மாதிரி பண்ணக்கூடாது இல்லை. அதுதான் நாங்கள் சொல்கிறோம். இருந்தது இல்லைங்க, அதிகமாக இல்லைங்க, அதிகமாக இல்லை. ஜனங்கள் எல்லாம் சிரமப்பட்டு போது போலீஸ் எல்லாம் என்ன சொன்னாங்க? அவங்க இல்லை, அவங்க இந்த இடத்துல சுற்று வட்டல அவங்க இல்லை. அதிகமாக அவங்க வந்து இது பண்ணல. இவங்களே எல்லாம் ஆடிக்கிட்டு பண்ணிக்கிட்டு, அதில்லாத வந்து ஒரு ஆள் மேலே ஒரு ஆள் ஏறி நின்றுக்கிட்டு, அப்போ அவங்க சாஞ்சா என்ன பண்ணுவாங்க, குழந்தைய வச்சுக்கிட்டு இருக்கிறவங்க மேலே விழுந்தா அப்புறம் கீழே நசுக்கத்தான் செய்வாங்க. நானே செருப்பை விட்டுட்டேன், இப்படி எடுக்கிறப்ப என் மேலே ஒரு ஆள் சாஞ்சுது. நான் பிடிச்சி தள்ளி விட்டு இந்த பக்கம் வந்துட்டேன். நானும் அந்த நெருக்கில் சிக்கலில் மாட்டுனது தான் தப்பிച്ചും പൊളച്ചും அந்த பக்கம் കരൂരിലാണ് നടൻ വിജയുടെ റാലിക്കിടെ വലിയൊരു ദുരന്തം സംഭവിച്ചത്. അവിടെ തിക്കിലും തിരക്കിലും പെട്ട 8 കുട്ടികളടക്കം 39 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. അതിൽ ഗർഭിണികളും ഉണ്ട് എന്നുള്ളതാണ്. 15 പേരുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ജനം TV സംഘം ഇപ്പോൾ കരൂരിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നമുക്ക് വരും ബുള്ളറ്റിനുകളിലും ഈ കാഴ്ചകൾ കാണാം. ഹൃദയഭേദകമായ കാഴ്ചകളാണ്. അവിടെ നിന്നുള്ള പ്രദേശവാസികളുടെ
വിവരണങ്ങൾ നമുക്ക് വിവരിക്കാവുന്നതിനും അപ്പുറമാണ്.